ഈ അന്ത്യനാൾ എന്ന് അവർ ചോദിക്കുന്നു. ഇൻ കുൻതും സാദിഖീൻ, നിങ്ങൾ സത്യവാന്മാരാണ് എങ്കിൽ. ഈ ചോദ്യം പരിഹാസത്തിൻ്റെ ചോദ്യമാണ് എന്നുള്ളതാണ് വിലയിരുത്തൽ. അതുകൊണ്ടാണ് ഇങ്ങനെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഇതിനെ ഉണർത്തിയത്. അറിയാൻ വേണ്ടിയായിരുന്നുവെങ്കിൽ എന്തില്ല, ഇത് എതിർക്കപ്പെടുന്ന ഒരു പ്രശ്നമല്ല. പക്ഷേ ഇത് അറിയാനല്ല, ഇത് പരിഹസിക്കാനാണ് എന്നുള്ളതാണ് അതിൻ്റെ വിഷയം. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാണ്, മാ യൻദുറൂന ഇല്ലാ സൈഹതൻ വാഹിദ തഅഖുദുഹും വഹും യഖ്സിമൂൻ. മാ യൻദുറൂൻ, ഇവിടെ മാ യൻദുറൂൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ നദറത്തിൽ നിന്നാണ് ക്രിയ. നദറത്ത് പ്രതീക്ഷയാണ്, തറക്കുബ് പ്രതീക്ഷ, തറക്കുബ് എന്ന് പറയും പ്രതീക്ഷ. അപ്പം മാ യൻദുറൂൻ എന്ന് പറഞ്ഞാൽ മാ യൻതദിറൂൻ, അവർ പ്രതീക്ഷിക്കുന്നില്ല, അവർ പ്രതീക്ഷിക്കുന്നില്ല, കാത്തിരിക്കുന്നില്ല, പ്രതീക്ഷിക്കുന്നില്ല. ഇല്ലാ സൈഹതൻ വാഹിദതൻ, ഒരു സൈഹത്തിനെയല്ലാതെ. സൈഹത്ത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഘോരശബ്ദം, ശബ്ദം, ഘോരശബ്ദം. നമുക്ക് വന്നല്ലേ ഇത്, ഇതിൽ തന്നെ വന്നില്ലേ? 4 ആയത്തിന് മുമ്പ് ഇത് വന്നില്ലേ? എവിടെ വന്നത്? ഇൻ കാനത് ഇല്ലാ സൈഹതൻ വാഹിദ ഫഇദാ ഹും ഖാമിദൂൻ. യാ ഹസ്രത്തൻ അലൽ ഇബാദ്. പിന്നെ അസ്ഹാബുൽ ഖറിയനെ പിടികൂടിയ ശിക്ഷയെക്കുറിച്ച് പറഞ്ഞില്ലേ? പക്ഷെ അവിടെ സൈഹത്തുൻ വാഹിദ ഒറ്റ ശബ്ദമാണ്, അത് ജിബ്രീലിൽ നിന്നാണ്. ഇവിടെ സൈഹത്തുൻ വാഹിദ ആരിൽ നിന്നാണ്? ഇത് പരലോകം ഉണ്ടാകാനുള്ള സൈഹത്താണ്. ഇതാരിൽ നിന്നാണ്? ഇത് ഇസ്രാഫീലിൽ നിന്നാണ്, ഇസ്രാഫീൽ എന്ന മലക്കിൽ നിന്നാണ്. അവിടെ സൈഹത്തുൻ വാഹിദ ജിബ്രീലിൽ നിന്നാണ്. ജിബ്രീൽ ഒരൊറ്റ ശബ്ദമാണ്. അതോടുകൂടി അസ്ഹാബുൽ ഖറിയ, ആ ഗ്രാമവാസികൾ, പട്ടണവാസികൾ ഒന്നടങ്കം തീർന്നു എന്നുള്ളതാണ്. അത് ജിബ്രീലിൻ്റെ സൈഹത്താണ്, ഇത് ഇസ്രാഫീലിൻ്റെ സൈഹത്താണ്. ഏതായാലും മാ യൻദുറൂൻ എന്ന് പറഞ്ഞാൽ അവർ പ്രതീക്ഷിക്കുന്നില്ല. ഇല്ലാ സൈഹതൻ വാഹിദതൻ, ഒരൊറ്റ സൈഹത്തല്ലാതെ, സൈഹത്തിനെയല്ലാതെ. തഅഖുദുഹും, ആ സൈഹത്ത് അവരെ പിടികൂടും. വഹും യഖ്സിമൂൻ, വഹും യഖ്സിമൂൻ. യഖ്സിമൂൻ എന്നുള്ളത് ഖുസൂമയിൽ നിന്നാണ്. ഖിസാം, ഖുസൂം, ഖുസൂമ. എന്താ ഖുസൂമ? ഖുസൂമ തർക്കാണ്, തർക്കം. ഖിസാം, ഫലാ തകുൻ ലിൽ ഖായിനീന ഖസീമ എന്ന് പറഞ്ഞില്ലേ? വഞ്ചകന്മാർക്ക് താങ്കൾ തർക്കിക്കുന്നവനാകരുതെന്ന് പറയില്ലേ? ഖുസൂമ, തർക്കം, ഖിസാം. അതിൽ നിന്നാണ് യഖ്സിമൂൻ. യഖ്സിമൂൻ എന്ന് പറഞ്ഞാൽ അവർ യഖ്തസിമൂൻ, തർക്കിക്കുന്നു. യഖ്തസിമൂൻ, യഖ്സിമൂൻ, അവർ തർക്കിക്കുന്നു. ഹും യഖ്സിമൂൻ, അവർ തർക്കിക്കുന്നു. വാവുൽ ഹാലാണ്. വഹും യഖ്സിമൂൻ, അവർ തർക്കിച്ചുകൊണ്ടിരിക്കെ, അവർ തർക്കിച്ചുകൊണ്ടിരിക്കെ, അവർ തർക്കിച്ചുകൊണ്ടിരിക്കുന്ന അവസ്ഥയിൽ തഅഖുദുഹും, ഈ ഘോര ശബ്ദം അവരെ പിടികൂടും. അപ്പം മാ യൻദുറൂൻ, അവർ പ്രതീക്ഷിക്കുന്നില്ല. ഇല്ലാ സൈഹതൻ വാഹിദ, ഒരൊറ്റ ശബ്ദമല്ലാതെ. തഅഖുദുഹും, ആ ശബ്ദം അവരെ പിടികൂടും. വഹും യഖ്സിമൂൻ, അവർ തർക്കിച്ചുകൊണ്ടിരിക്കുന്ന അവസ്ഥയിൽ, തർക്കവിതർക്കങ്ങളിൽ നിരതമാകുന്ന അവസ്ഥയിൽ അവരെ പിടികൂടുന്നതാണ്. ഇവിടെ അവർ പ്രതീക്ഷിക്കുന്നില്ല എന്ന് പറയുന്നത് ആര് പ്രതീക്ഷിക്കുന്നില്ല എന്നാണ്? ഈ മുശ്രിക്കീങ്ങളാണ്. അവർ പ്രതീക്ഷിക്കുന്നുണ്ട്. യഥാർത്ഥത്തിൽ അവർ നിഷേധികളല്ലേ? അത് നിഷേധികളല്ലേ? അവർ പ്രതീക്ഷിക്കണില്ലല്ലോ. പക്ഷെ ഇവിടെ അവർ മതാ ഹാദൽ വഅദ് ഇൻ കുൻതും സാദിഖീൻ എന്ന് പറഞ്ഞിട്ടൊരു താൽക്കാലിക പ്രതീക്ഷ അവർക്കുണ്ട്. നിങ്ങൾ സത്യമാണ് പറയുന്നത് എങ്കിൽ എന്നാണ് ഈ അന്ത്യനാൾ സംഭവിക്കുക എന്ന് അവർ ചോദിച്ചിട്ടൊരു കാത്തിരിപ്പുണ്ട് മുസ്ലിങ്ങളെ ഉത്തരത്തിന് വേണ്ടിയിട്ട്. അപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാണ്, അവർ പരിഹാസികളായി ചോദ്യം ഉന്നയിച്ചിട്ട് ഉത്തരത്തിന് കാത്തിരിക്കുന്നുണ്ടല്ലോ. ആ കാത്തിരിപ്പിനെ പരിഗണിച്ചിട്ടാണ് പറയുന്നത് മാ യൻദുറൂൻ, അവർ പ്രതീക്ഷിക്കുന്നില്ല. ഇല്ലാ സൈഹതൻ വാഹിദതൻ, ഒരൊറ്റ ശബ്ദം, ഘോര ശബ്ദത്തെ അല്ലാതെ. എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അന്ത്യനാൾ സംഭവിക്കൽ എങ്ങനെയാണ്? പൊടുന്നനെ ഒരു ശബ്ദമാണ്, പൊടുന്നനെ ഒരു ഘോര ശബ്ദമാണ്. ആ ഘോര ശബ്ദം വരൽ ഇസ്രാഫീൽ എന്ന മലക്ക്, അതാണ് പിന്നെ കാഹളത്തിൽ ഊതാൻ നിശ്ചയിക്കപ്പെട്ട മലക്ക്, അത് കാഹളത്തിലൂതും. അപ്പോൾ ആ ഘോര ശബ്ദം ചെയ്യും, എല്ലാവരെയും പിടികൂടും വിധം പെട്ടെന്ന് ഭവിക്കും, പെട്ടെന്ന് സംഭവിക്കും. അതാണ് തഅഖുദുഹും വഹും യഖ്സിമൂൻ എന്നാണ്. അവർ തർക്കിച്ചുകൊണ്ടിരിക്കെ അവരെ പിടികൂടും. എൻ്റെ ബാക്കി നമുക്ക് അടുത്ത ആയത്ത് വെച്ചിട്ട് അത് പിന്നെ ഇൻഷാ അല്ലാഹ് ഒന്നുകൂടി വിശദീകരിക്കാം, പറയാം. വിശുദ്ധ ഖുർആനിലെ കുറേ സ്ഥലത്ത് പറയുന്നുണ്ടല്ലോ ഇവരുടെ പരിഹാസം. വഹും യഖ്സിമൂൻ എന്നാണ് അവർ ഖുസൂമത്തിൽ, തർക്കത്തിൽ. കലഹവും തർക്കവുമാണ് അവിടുത്തെ പ്രധാനപ്പെട്ട കലാപരിപാടി.
നിസ്സാര വിഷയങ്ങളിൽ കലഹിക്കുക, എന്നിട്ട് അതിൽ യുദ്ധം, അതിൽ രക്തച്ചൊരിച്ചിൽ, അതിൽ പക, ഇതാണ് വിഷയം. അപ്പോൾ അവർ ഈ തർക്കത്തിൽ ദുനിയാവിൽ ജീവിതത്തിൻ്റെ ധർമ്മം എന്ത്, ഉത്തരവാദിത്തം എന്ത്, ഈ കാര്യങ്ങളെക്കുറിച്ചുള്ളൊന്നുമില്ല ചിന്ത. നിസ്സാര വിഷയങ്ങളിൽ കലാപവും പ്രശ്നവും, ഇതാണ് അവരുടെ പരിപാടി. അപ്പോൾ അള്ളാഹു സുബ്ഹാനഹു തആല പറയാണ്, വഹും യഖ്സിമൂൻ, അവർ ഹുസൂമയിൽ തർക്കത്തിലായിരിക്കെ എന്ത് ചെയ്യും, ഒരു ഘോര ശബ്ദമാണ്, അതവരെ പിടികൂടും. അപ്പോഴാണ് എന്തുണ്ടാകുക, മത്താ ഹാദൽ വാദ് എന്ന അവരുടെ ചോദ്യത്തിന് ഉത്തരം അള്ളാഹു സുബ്ഹാനഹു തആല അതിനുള്ള ഉത്തരം കൊടുക്കുകയാണ്. മത്താ ഹാദൽ വാദ് ഇൻ കുൻതും സാദിഖീൻ. ഉത്തരം കൊടുത്തത് എങ്ങനെ? ഉത്തരം കൊടുത്തത് ഇന്ന ഡേറ്റിൽ അന്ത്യനാൾ സംഭവിക്കും എന്നല്ല, പിന്നെയോ അവരുടെ ഈ കുതർക്കം, ആ കുതർക്കത്തിൽ മുഴുകിക്കൊണ്ടിരിക്കെ ഒരു ഘോര ശബ്ദം അവരെ പിടികൂടും. അപ്പോഴാണ് എന്ത് അത് സംഭവിക്കുക എന്നുള്ളത് അള്ളാഹു സുബ്ഹാനഹു തആല അവർക്ക് മറുപടിയായിട്ട് നൽകുകയാണ്. എന്നാ അന്ത്യനാൾ സംഭവിക്കുക? ദിവസം ഇന്ന സമയം സംഭവിക്കുന്നില്ല, പക്ഷേ അടയാളങ്ങൾ പറഞ്ഞു തന്നിട്ടുണ്ട്, ദിവസവും പറഞ്ഞു തന്നിട്ടുണ്ട്. ദിവസം എന്നാ? യൗമുൽ ജുമുഅ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, വലാ തഖൂമു സാഅതു ഇല്ലാ യൗമൽ ജുമുഅ. അന്ത്യനാൾ വെള്ളിയാഴ്ച മാത്രമാണ് സംഭവിക്കുക, വെള്ളിയാഴ്ചയിലായിരിക്കും സംഭവിക്കുക. എന്നിട്ട് പറയാണ്, സകലൈൻ ഒഴിച്ച്, മനുഷ്യരും ജിന്നുകളും ഒഴിച്ച് ബാക്കിയുള്ള ജീവജാലങ്ങളെല്ലാം വെള്ളിയാഴ്ച മുസീഹത്തുൻ എന്നാണ്, മുസ്ഗിയത്തുൻ എന്നർത്ഥം. എന്താണ്? കാതോർത്തിരിക്കുന്നവരാണ്. ഈ വെള്ളിയാഴ്ച ഇത് സംഭവിക്കും, അന്ത്യനാൾ സംഭവിക്കുമോ എന്ന പേടിയിൽ, പ്രതീക്ഷയിലാണ് ആര്? എല്ലാ ജീവജാലങ്ങളും. ആരൊഴിച്ച്? മനുഷ്യരും ജിന്നുകളും ഒഴിച്ച് എന്ന് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു. അന്ത്യനാളിനെ കുറിച്ച് പറഞ്ഞപ്പോൾ, വെള്ളിയാഴ്ചയെ കുറിച്ച് പറഞ്ഞപ്പോൾ, ഖൈറു യൗമിൻ തലഅത് ഫീഹി ശംസ് യൗമുൽ ജുമുഅ ഫീഹി ഖുലിഖ ആദം വഫീഹി ഉദ്ഖിലൽ ജന്ന വഫീഹി ഉഖ്രിജ മിൻഹ വഫീഹി തീബ അലൈഹി. വെള്ളിയാഴ്ച ദിവസമാണ് ആദം സൃഷ്ടിക്കപ്പെട്ടത്, വെള്ളിയാഴ്ചയാണ് ആദം സ്വർഗ്ഗത്തിൽ പ്രവേശിപ്പിക്കപ്പെട്ടത്, വെള്ളിയാഴ്ചയാണ് ആദം സ്വർഗ്ഗത്തിൽ നിന്ന് ഇറക്കപ്പെട്ടത്, വെള്ളിയാഴ്ചയാണ് അദ്ദേഹത്തിൻ്റെ തൗബ സ്വീകരിച്ച് വീണ്ടും അദ്ദേഹം സ്വർഗ്ഗത്തിലേക്ക് മടക്കപ്പെട്ടത്. പിന്നെ എന്നിട്ട് അതിനെക്കുറിച്ച് തുടർന്ന് പറയുകയാണ്, അന്ത്യനാളും സംഭവിക്കൽ വെള്ളിയാഴ്ചയായിരിക്കും എന്ന് പറയില്ലേ. പക്ഷേ ആ വെള്ളിയാഴ്ച എന്നുള്ളത് അള്ളാഹു സുബ്ഹാനഹു വ തആല എന്ത് ചെയ്തിട്ടില്ല, അത് അറിയിച്ചിട്ടില്ല. അടയാളങ്ങൾ അറിയിക്കുകയാണ് ചെയ്തത്. ഇവിടെ വഹും യഖ്സിമൂൻ, അവർ ഹുസൂമയിലായിരിക്കെ, തർക്കിക്കുന്നവരായിരിക്കെ. അവിടെ ഈ ഹുസൂമയുണ്ട്, ജിദാലുണ്ട്. ഹുസൂമ സാധാരണ പറയലാരാ? കുതർക്കത്തിനാണ്, അനാവശ്യ തർക്കങ്ങൾക്കാണ് ഹുസൂമ പറയാം. ജിദാല് തർക്കം പൊതുവെ പറയും. പക്ഷേ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞില്ലേ, ഉദഉ ഇലാ സബീലി റബ്ബിക ബിൽ ഹിക്മതി വൽ മൗഇദത്തിൽ ഹസന വജാദിൽഹും ബില്ലതി ഹിയ അഹ്സൻ. അള്ളാഹിൻ്റെ മാർഗത്തിലേക്ക് ദഅവത്ത് നടത്താൻ പറഞ്ഞു. എങ്ങനെ? ബിൽ ഹിക്മത്തോടു കൂടി, വൽ മൗഇദത്തിൽ ഹസന, സദുപദേശം കൊണ്ട്. അതേപോലെ വജാദിൽഹും, മുജാദല നടത്താൻ പറഞ്ഞു. എന്താ മുജാദല? വാദപ്രതിവാദമാണ്, സംവാദമാണ്. ബില്ലത്തി ഹി അഹ്സൻ, ഏറ്റവും നല്ല നിലക്കുള്ള മുജാദല. പണ്ഡിതന്മാർ പറയാറുണ്ട്, ജാഹിലിനോട് ആലിമ് തർക്കിക്കാൻ പോകരുത്, ജാഹിലിനോട് ആലിമ് തർക്കിക്കാൻ പോകരുത് പറയും. എന്തുകൊണ്ടാണ്? എന്തിനാ പറഞ്ഞത്? ജാഹിലിനോട് ഒരു ആലിം തർക്കിക്കാൻ പോകരുതെന്ന് പറഞ്ഞാൽ എന്തുകൊണ്ടാണ്? കുറച്ചു നേരം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ ആരാണ് ആലിമ്, ആരാണ് ജാഹിൽ എന്നുള്ളത് കേൾക്കണവർക്ക്, കാണികൾക്ക് തിരിച്ചറിയാൻ കഴിയില്ല. കാരണം എന്താ? ജാഹിലിനോടുള്ള തർക്കത്തിൽ ആലിം ജാഹിലായിട്ട് പരിണമിച്ചിട്ടുണ്ടാകും. അതുകൊണ്ട് ഹുസൂമക്ക് പോകരുത് എന്ന് പറയാറുണ്ട്.